പാലാ കോട്ടയം ഹൈവേയിൽ ചേർപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മെഡിസിറ്റിയോട് തൊട്ട് ചേർന്ന് 2100 സ്ക്വയർ ഫീറ്റിൽ 11 സെൻറ്റിൽ 4 ബെഡ്റൂം ഹൗസിൻ്റെ ഗ്രാൻഡ് ടൂർ. ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത്. മിറ്റം നമുക്കൊരു 3-4 വണ്ടിയിലും അത്യാവശ്യം പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള നമുക്ക് സ്പേസ് തന്നിട്ടുണ്ട്. അതുകൂടാണ്ട് ഈ സൈഡിലാണ് നമുക്ക് കാർ പോർച്ച് വരുന്നത്. ഇനി നമ്മൾ കാർ പോർച്ചിൽ നിന്ന് നേരെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. സിറ്റ് ഔട്ടിലെ ഫ്ലോറിങ് ഫുള്ള് പോയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഡോറുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡോറ് മൊത്തം തേക്കിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലിവിങ് ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ലിവിങ് ഏരിയയിലെ ഡോറും തേക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. ഇവിടെ നമുക്കൊരു ടി വി വേണമെന്നുണ്ടെങ്കിൽ മൗണ്ട് ചെയ്യാനുള്ള ഔട്ട്ലെറ്റുകൾ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് വന്നിരിക്കുന്നത്. 2 ഫാനൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് ഡൈനിങ് ടേബിളൊക്കെ ഇട്ട് ഡൈനിങ് ഏരിയ ആയിട്ടും ഇപ്പുറത്തോട്ട് നമുക്കൊരു ഫാമിലി ലിവിങ് ഏരിയ പോലെ ആക്കി. അങ്ങനെ ഒരു പാർട്ടീഷനൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ നല്ല ഭംഗിയിൽ അങ്ങനെ നമുക്ക് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോകാം. മൊത്തം 4 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അതിലൊരു ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. 2 സൈഡിലും ഓരോ വിൻഡോസ് വന്നിട്ടുണ്ട്. ഒരിടത്തൊരു 3 ഡോർ വിൻഡോ, ഇപ്പുറത്തൊരു 3 ഡോർ വിൻഡോ. നല്ല സ്പേഷ്യസ് ആണ്. നന്നായിട്ട് വെളിച്ചം കയറുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ഡ്രസ്സിങ് ഏരിയ വരുന്നു. ഡ്രസ്സിങ് ഏരിയയ്ക്ക് കബോർഡ് കൊടുത്തിട്ടുണ്ട്. തേക്കിലാണ് കബോർഡ് വർക്ക് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ ബാത്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് വന്നിരിക്കുന്നത്. അപ്പോക്സി ഒക്കെ ചെയ്ത് വലിയ ടൈലുകൾ കൊടുത്ത് അതിന് ബോർഡറിങ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ബെഡ്റൂമിലേക്ക് പോവാം. ഈ ഒരു ഏരിയയുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചേർപ്പങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പോൾ ചേർപ്പങ്കൽ പള്ളിയോട് അത് വലിയൊരു തീർത്ഥാടന കേന്ദ്രം പോലെ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലം. അതിനോട് തൊട്ട് ചേർന്നാണ്. അതുപോലെ തന്നെ മെഡിസിറ്റി, മാർഷലിക മെഡിസിറ്റി തൊട്ടടുത്താണ്. കുറച്ച് പെയിൻറ്റ് ബക്കറ്റുകളൊക്കെ ഉണ്ട്. പണി തീർന്നു വരുന്നതേ ഉള്ളൂ. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇതും ഈ പറയുന്ന പോലെ 2 സൈഡിലേക്ക് വെളിച്ചം കയറും, നന്നായിട്ട് വെളിച്ചം വരാവുന്ന രീതിയിൽ 2 സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം ഇതാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് വന്നിരിക്കുന്നത്. എപ്പോക്സി ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ വേറൊരു ഡിസൈനിലാണ് ഇവിടുത്തെ ബാത്റൂം വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് വേറൊരു ബെഡ്റൂമിലേക്ക് പോകാം. എല്ലാ ബെഡ്റൂമുകളും കൃത്യം ഡൈനിങ് ഹാളിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് വേറൊരു ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വേറൊരു ബെഡ്റൂമാണ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബാത്റൂം വരുന്നത്. ഇതാണ് നമ്മുടെ വേറൊരു ബാത്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് തൊട്ടടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഹാളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് ഈ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടി വി മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പേസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ നമുക്ക് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വാഷ് ഏരിയയുടെ കബോർഡ് എല്ലാം പോയിരിക്കുന്നത് തേക്കിലാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ വീട്ടിലത് തേക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈവൻ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന ഡോറുകളാണെന്നുണ്ടെങ്കിൽ അതും തേക്കിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് കയറാം. ഇത് വൺ ഓഫ് ദ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതാണ് ബെഡ്റൂം വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിങ് ഏരിയയുടെ കബോർഡ് വർക്ക് വന്നിരിക്കുന്നത് തേക്കിലാണ്. ഇത് നമ്മുടെ ബാത്റൂം വരുന്നത്. മിച്ചം കണ്ട 2 ബാത്റൂമുകളെ അപേക്ഷിച്ച് ഈ ബാത്റൂം 3 ബാത്റൂമുകളെ അപേക്ഷിച്ച് ഈ ബാത്റൂം ഇച്ചിരി ചെറുതാണ്. പക്ഷേ അത്ര ചെറുത് നമുക്ക് ഫീൽ ആവത്തുമില്ല. മിച്ചമുള്ള ബാത്റൂമുകളെല്ലാം നല്ല വലിപ്പമാണ്. അതുകൊണ്ടാണ് ഇതൊരു ഇച്ചിരി മുഴുപ്പ് കുറവുള്ള പോലെ തോന്നുന്നത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നു. ഇവിടെ നമുക്ക് ഒരു വാഷ് ഏരിയ വന്നിട്ടുണ്ട്. 2 കിച്ചണായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കബോർഡ് യൂസ് ചെയ്തിട്ടാണ് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തേക്കിലാണ് വന്നിരിക്കുന്നത്. കബോർഡ് ഫുള്ള് തേക്കാണ്. അതുപോലെ ഇവിടെ നമുക്കൊരു ചിമ്നിയൻ ഹോബ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിവിടെ സ്റ്റവ് വരുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ കിച്ചണും കൂടെ കാണാം. ഇതൊരു സെക്കൻഡ് കിച്ചണാണ്. ഇവിടെ ഒരു പുകയടുപ്പൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിളാണ്.